ഈ വികാരി പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ആ ഇടവകക്കാരൊന്നല്ല, 2-3 വർഷത്തേക്ക് വരുന്ന ഒരു ഇടവക വികാരി ആ ഇടവകയെ നയിക്കുന്ന രീതിയിലേക്ക് എത്തി. രാജാധിപത്യം ഏതെങ്കിലും ഒരാളെ തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവനെ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ കമ്മിറ്റിയിലായിക്കോട്ടെ, കുടുംബയൂണിറ്റിലായിക്കോട്ടെ, പ്രസംഗത്തിലൂടെ അടക്കം ഈ സഭയോടൊപ്പം നിൽക്കാൻ വേണ്ടി വർക്കിയിട്ടുള്ള ഒരു സംഘടനയ്ക്കും ഒരു ബൈലോല്യം ഒന്നുമില്ല. വെറുതെ നാലാളെ കൂട്ടാ, ആ പത്രത്തിൽ വാർത്ത കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സംവിധാനത്തില് ഈ MTNS വന്ന പലരും തന്നെ ഇതിൽ നിന്ന് ഒഴിഞ്ഞുപോയി അവരുടെ ആ സ്ഥാനങ്ങൾ അലങ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പല സംഘടനകളും ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ അറിവില്. അതിലൊരു 10-15 ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ നിന്ന് എല്ലാത്തിനും ഞാൻ ഒഴിവായി, എല്ലാ ഗ്രൂപ്പിൽ നിന്നും ഒഴിവായി. കാരണം നമുക്ക് ഗ്രൂപ്പുകളല്ല നമുക്ക് ആവശ്യം. നമുക്ക് യഥാർത്ഥത്തിൽ സഭയെ രക്ഷിക്കാൻ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന് പറഞ്ഞാൽ അതിന് ഇതേപോലെ ഒരു ബൈലോ നമുക്ക് അത്യാവശ്യമാണ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക, ഇത് വെറുതെ ഈ ഒരു പ്രശ്നത്തിന് വേണ്ടി മാത്രം ഉടലെടുത്തുന്ന ഒരു സംഭവമല്ല. സഭയോടൊത്ത് ചേർന്ന് നിന്ന് തെറ്റുകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാനും ആ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നിയമാനുസൃതമായി അതിനെ നമ്മള് രാജ്യത്തിന്റെ നിയമങ്ങൾ വെച്ചിട്ട് അതിനെ നേരിടാനും അത് നേടിയെടുക്കാനും ഉള്ള ഒരു ശക്തമായ സംവിധാനമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഇവരെ ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്ന സേവരേട്ടനെ പോലെ, ചെറിയാഞ്ചേട്ടനെ പോലെ, റോൾസേനെ പോലെ, ആനണി ചേട്ടനെ പോലെ, 2 ജോർജേട്ടന്മാരെ പോലെ ഇവരുടെ ജീവിതം സത്യം പറഞ്ഞാൽ ഇതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചേക്കണം. നമ്മള് ഇന്നിവിടെ കൂടിയിരിക്കുന്നത്, നമ്മളിപ്പോ വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മളെ വർത്താനം പറയും, ഇത്ര സമയം എവിടെയായിരുന്നു ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇവരുടെ വീട്ടിൽ നിന്ന് ഇവരെ തഴഞ്ഞിട്ടുണ്ടാവും. കാരണം പറഞ്ഞില്ലേ 1 മണിക്കാണ് അവിടെ എത്രയാണ് പറയുന്നത്. അപ്പൊ സഭയ്ക്ക് വേണ്ടി ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ വേദനയുണ്ട്. കാരണം ഈ പൗലോസേട്ടൻ പറഞ്ഞ പോലെ സഭയാണ് ഈ അച്ഛന്മാരെ ആയാലും നമ്മൾ ഓരോരുത്തരെ ആയാലും ഈ കുരിശും ഈ രൂപം വെച്ച് നമ്മൾ ഒരു ആരാധന നടത്തുന്നുണ്ടെങ്കിൽ അത് നമ്മളെ പഠിപ്പിച്ചത് അതിന്റെ ഒരു സംവിധാനം, നേതൃ സംവിധാനമാണ്. ഇപ്പൊ 40 വർഷമായി എന്ന് പറയുന്നത് ഈ കുർബാന പ്രശ്നം നിലവിലുള്ളത്. പക്ഷെ ഇടവകകളിലേക്ക് ഈ എറണാകുളം അതിരൂപതയുടെ പ്രശ്നം ഇടവകകളിലേക്ക് ഇറങ്ങിയിട്ട് 3 വർഷമായിട്ടുള്ളൂ. പക്ഷെ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഈ വർഷങ്ങളായിട്ട് ഈ സംഭവം നിലനിൽക്കുന്നുണ്ടെന്നും ഈ പ്രശ്നങ്ങൾ സൈഡ് ഒതുക്കി മുന്നോട്ട് പോവാണെന്നും. ഈ കർദിനാളിന്റെ ഈ ഒരു പ്രശ്നം പറഞ്ഞിട്ടാണ് ഇന്ന് ഈ ഇടവകകളിലേക്ക് ഈ വീഡിയോകളിലൂടെ സന്ദേശങ്ങൾ എത്തിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കർദിനാൾക്കെതിരാക്കി പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. അന്ന് സഭയുടെ ഭാഗത്തുനിന്ന് ഒരാൾ പോലും ഒരു വീഡിയോ ചെയ്യാനോ അതല്ല ശരി എന്ന് പറയാനോ നമ്മുടെ ഈ പുരോഹിത വർഗം ഒരാൾ പോലും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതും, നമ്മുടെ കർദിനാളുടെ ഓഫീസിൽ നിന്ന് പോലും അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിട്ടില്ലെന്നും ആ സംവിധാനങ്ങൾ പോലും കർദിനാൾക്കെതിരായിട്ടും പുരോഹിത വർഗത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടും ഉള്ള സംസാരങ്ങളാണ് അവർ ചെയ്തേക്കണേ. അതിനുശേഷം ഞാൻ കണ്ടുവന്നത് സഭയെ സപ്പോർട്ട് ചെയ്ത് മാർപ്പാപ്പനെ സപ്പോർട്ട് ചെയ്ത് ഏക ഒരു സംവിധാനം നമുക്ക് മീഡിയയിലൂടെ വന്നത് ഈ MTNSന്റെ വീഡിയോസാണ്. അതിലൂടെയാണ് നമുക്ക് ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സത്യം പറഞ്ഞാൽ എനിക്കും മനസ്സിലായതും. അതിനുശേഷമാണ് MTNSന്റെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാനായിട്ട് നമ്മൾ എറണാകുളത്ത് പോലും കാര്യങ്ങളും ആ സൈലന്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ വീഡിയോകൾ ഷെയർ ചെയ്യാനും കാര്യങ്ങളും ആ രീതിയിൽ നമ്മൾ സൈലന്റ് ആയിട്ടുള്ള പ്രവർത്തനം നമ്മുടെ നാട്ടിൽ സംസാരിക്കുമ്പോൾ ഈ അച്ഛന്മാർക്ക് സപ്പോർട്ട് ചെയ്യാണ്ട്, അതായത് സഭ എന്ത് തന്നെയായാലും അച്ഛന്മാരുടെ പിന്നിൽ നിന്ന് അവരെ പ്രോത്സാഹിപ്പിച്ച് അവർ എന്ത് തെറ്റ് ചെയ്താലും അതിനെ പ്രോത്സാഹിപ്പിച്ച് നിൽക്കുന്ന ആളുകൾ മാത്രം നമ്മുടെ നാട്ടിലെ ഏത് പ്രമുഖനായിട്ടുള്ളൂ. ആ അച്ഛൻ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാൻ ഒരു പ്രമുഖൻ പോലില്ലാണ്. ആ പ്രമുഖനോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പോലും അവൻ ശബ്ദം ഉയർത്താൻ അവൻ തയ്യാറല്ല. ഞങ്ങളുടെ ഈ ഇടവകയിൽ മേലൂര് ഏത് പ്രമുഖരെന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകൾ ഈ അച്ഛന്മാരുടെ അണ്ടറിലാണ്. എന്ത് കാരണത്തിലാണ്? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പണ്ടത്തെ ഒരു സിസ്റ്റം വെച്ചിട്ട് ആ ഇടവകയിലെ പ്രതിനിധാനം, ആ ഇടവകയിലെ കാര്യങ്ങൾ നിശ്ചയിച്ചിരുന്നത് ആ ഇടവകയിലെ ഈ പാരിഷ് കൗൺസിൽ മെമ്പേഴ്സാണ്, അതിന്റെ ചെയർമാൻ അടക്കമുള്ള മെമ്പേഴ്സാണ് ആ ഇടവകയിലെ ഭൗതിക കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. ഇടക്കാലം വെച്ച് ഈ ആത്മീയ നേതാവ് ഓട്ടോമാറ്റിക്കായിട്ട് ഭൗതിക കാര്യങ്ങളടക്കം തീരുമാനിച്ച ഒരു രാജകീയ പ്രവേശനം നടത്തി നമ്മളെല്ലാവരും എടുക്കുന്ന തീരുമാനങ്ങൾ പോലും ഈ വികാരി പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ആ ഇടവകക്കാരൊന്നല്ല, 2-3 വർഷത്തേക്ക് വരുന്ന ഒരു ഇടവക വികാരി ആ ഇടവകയെ നയിക്കുന്ന രീതിയിലേക്ക് എത്തി. രാജാധിപത്യം ഏതെങ്കിലും ഒരാളെ തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവനെ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ കമ്മിറ്റിയിലായിക്കോട്ടെ, കുടുംബയൂണിറ്റിലായിക്കോട്ടെ, പ്രസംഗത്തിലൂടെ അടക്കം ദൈവവചനം പ്രസംഗിക്കാനുള്ള വേദി നടത്താരാ അവിടെ അടക്കം അവനെ അപമാനിക്കാനുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരു ഘട്ടം നമ്മുടെ ഈ ഇടവക പള്ളികളുള്ളത്. ഒരു കാരണവശാലും നമ്മൾ സമ്മതിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ഈ ഇടവകയില് സുവിശേഷ പ്രഘോഷകനായിട്ടാണ് ഈ അച്ഛൻ വരുന്നത്. നമ്മുടെ പള്ളിയിൽ ആരെങ്കിലും ഈ അച്ഛന്മാര് ഒരു വീട്ടിൽ കയറിയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു ദൈവവചനം പറഞ്ഞു കൊടുക്കാൻ പ്രാപ്തരായ ഒരു വൈദിക പോലും നമ്മുടെ ഒരു ഇടവകകളിലും ഞാൻ കാണുന്നില്ല.
ഇനി അങ്ങനെ ആരെങ്കിലും മറ്റുള്ള ഒരു ആശ്രമത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് എന്തിനു വന്നു, അതിനെ ചോദ്യം ചെയ്യല്, അത് ആ രീതിയിലേക്ക് വളർത്തി കൊണ്ടുവരാണ്. പണ്ട് കാലത്ത് എന്റെ ചെറുപ്പത്തിലെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു ഇടവകയിൽ ഒരു വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ അച്ഛനോട് ചെന്ന് പറയും. ആ അച്ഛൻ അവിടെ വരും, ആരൊക്കെയായിട്ട് അയൽവക്കക്കാരാണെങ്കിൽ അവരായിട്ട് ഒന്ന് വിളിക്കും, ഒന്ന് സംസാരിക്കും, അതിനെ നയപരമായ രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകും, അത് അവസാനിപ്പിക്കും. പക്ഷെ ഒരു 10-30 വർഷം പിന്നിരിക്കുന്നു അവിടുന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ സൈക്കിളിൽ നിന്ന് സ്കൂട്ടറിലേക്ക് കയറിയവര് പണ്ട് നടന്നു വരും, അത് കഴിഞ്ഞിട്ട് സൈക്കിളായി, അത് കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടികളിൽ നമ്മൾ കൊണ്ടുവന്ന് വീടുകളിൽ വെച്ചും, പിന്നെ സ്കൂട്ടറായി, അവിടെ വരെ നമുക്ക് കുഴപ്പമുണ്ടായില്ല. കാറും കാര്യങ്ങളായി കഴിഞ്ഞപ്പോ ഒരാൾ പോലും ഒരു വീട് സന്ദർശനത്തിന് പോലും അവർക്ക് സമയമില്ല. ഒരു ഇടവകയിൽ പോലും ഒരു പ്രേക്ഷിത പ്രവർത്തനം നടത്താൻ അവർ തയ്യാറല്ല. അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയിൽ ആരെങ്കിലും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവൻ ആ അച്ഛൻ അടിച്ചമർത്തും. ഒരു യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയുമായി മുന്നോട്ട് പോകുന്ന ഒരു ഗ്രൂപ്പ് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതിനെ അടിച്ചമർത്തുന്ന ഒരു വിഭാഗമായിട്ട്. കാരണം പ്രാർത്ഥനയിലേക്ക് മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കത് ബുദ്ധിമുട്ടായി. കാരണം ഇവർക്ക് പ്രാർത്ഥന ഇല്ലാണ്ട് മുന്നോട്ട് പോകണേ. ഈ അച്ഛന്മാർക്ക് യാതൊരു പ്രാർത്ഥന കാര്യങ്ങളില്ല. ആ ഒരു ചടങ്ങുകൾ, കുർബാന ചടങ്ങ് മാത്രമായിട്ട് മുന്നോട്ട് പോകണം. ഒരു രീതിയിലും ഒരു പ്രാർത്ഥനയിലും മുന്നോട്ട് വരുന്ന ഒരു ഗ്രൂപ്പിനെ വളർത്തുകയോ, ഒരു കുടുംബം അവശത അനുഭവിക്കുന്നെങ്കിൽ അവിടെ ആ അച്ഛന്റെ ഒരു പ്രതിനിധാനം ചെയ്ത് അവരുടെ അവസ്ഥയിൽ പങ്കെടുത്ത് അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ മറ്റുള്ളവരോട് പറഞ്ഞ ഇഷ്ടംപോലെ ഫണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. ആ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ ഇല്ലാണ്ടായി പണ്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് നമ്മുടെ ഈ പ്രവർത്തനം കൊരട്ടി ഫൊറോന മുഴുവനും നമ്മൾ വ്യാപിപ്പിക്കണം. അതിനായി നിങ്ങൾ എല്ലാവരെയും ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പിലേക്കും അതിൽ ആത്മാർത്ഥമായി പങ്കെടുത്ത് അതിൽ നമുക്ക് പ്രവർത്തിക്കുന്ന ഭാരവാഹികളെ കണ്ടെത്തി നമുക്കും ഇവര് ഇന്ന് ഇവിടെ എറണാകുളം അതിരൂപതയുടെ പല ഭാഗത്ത് കിലോമീറ്ററുകൾ 60-70 കിലോമീറ്റർ പോയി വർക്ക് ചെയ്യുന്ന പോലെ നമുക്ക് നമ്മുടെ ഈ കൊരട്ടി ഫൊറോനയുടെ ഭാഗത്ത് 17 പള്ളികളുണ്ടെങ്കിൽ 17 പള്ളികളിലും ഈ നമ്മുടെ ഈ നല്ലൊരു യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന മാർത്തോമ നസ്രാണി സംഘം എന്ന ഈ സംഘടനയെ നമുക്ക് വളർത്താനായിട്ട് ആത്മാർത്ഥമായിട്ട് നമുക്ക് ശ്രമിക്കാം. ഒരേ സ്വരം, ഒരേ മനം, ഒരേ ബലി, ബലി. ഒരേ സ്വരം, ഒരേ മനം, ഒരേ ബലി, ബലി. കൈകൾ കോർത്തിടാൻ ക്രിസ്തുവിലൊന്നാകാൻ